2004 നീന്തൽ ജോലിക്കായി പോയ നെടുമങ്ങാട് സ്വദേശി രാജേഷിനെ തേടിയാണ് ഇന്ന് രാജേഷിന്റെ അമ്മയും ചെറിയമ്മയും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിൽ അപ്രത്യക്ഷനായ രാജേഷിനെ ഇതുവരെ കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. രാജേഷ് അത്യാവശ്യം നല്ലതുപോലെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരനാണ്. രാജേഷിനെ കുറിച്ച് രാജേഷിന്റെ അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. രാജേഷിന് എത്ര പ്രായമുണ്ട്? രാജേഷിന് ഇപ്പൊ 30 വയസ്സായി. കല്യാണം കഴിച്ചിട്ടില്ല. രാജേഷ് എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ്? രാജേഷ് നല്ല കൂട്ടുകെട്ടുണ്ട്. നല്ല ഇതാണ്. വീട്ടിലിരിക്കുന്ന ആളല്ല. ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ഇങ്ങനെ കറങ്ങി നാട് വിട്ട് അല്ലെ കൂട്ടുകാരോടൊപ്പം കറങ്ങി പോകും. ഇപ്പൊ പോയിട്ട് 4 വർഷം. ഇപ്പം പോയിട്ട് 8 വർഷം. 8 വർഷം പോകുമ്പോ എന്താ കാരണം? എനിക്ക് നെടുമങ്ങാട് കശുവണ്ടി ഫാക്ടറിയാണ് ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഡ്രസ്സെല്ലാം മാറി ബാഗുമായിട്ട് വരണം. വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് അമ്മ എനിക്ക് എറണാകുളത്ത് ഒരു ടെസ്റ്റ് ഉണ്ട്, ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഇതുവരെ വന്നില്ല. ചോദിക്കട്ടെ, പോണ അവസരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഇയാൾക്ക് സഹോദരങ്ങളുണ്ട്? 2 സഹോദരങ്ങളുണ്ട്. കുട്ടികളാ പെൺകുട്ടികളാ? പെൺകുട്ടികള്. അവരിപ്പോ എന്ത് ചെയ്യുന്നു? പഠിക്കണം? അവര് പഠിക്കണ്ട. അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് അയച്ചു. ഇയാൾക്ക് വിവാഹമായില്ല. ഇയാൾ എത്ര വരെ പഠിച്ചു? ഇയാള് പ്രീ ഡിഗ്രി വരെ പോയി. കൂടാതെ ഇയാൾ ഈ നീന്തലാണ് ഇയാളെ മെയിൻ. നീന്തൽ പഠിക്കുകയും ചെയ്യും, പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇയാൾ നാട് വിട്ടു. ഇയാൾ നാട് വിട്ടു പോകുന്ന കാലത്ത് എന്തെങ്കിലും കാര്യങ്ങളില്ല നാട് വിട്ടില്ലല്ലോ? നാട് വിട്ട് പോയതാണെന്ന് പറഞ്ഞില്ല. ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ മക്കളുടെ പെരുമാറ്റമൊക്കെ കണ്ടറിയില്ല. എന്താ തോന്നുന്നത്? എന്താ ഇയാളുടെ സ്വഭാവത്തെ കുറിച്ച് പറയാറുള്ളത്? ചെറിയമ്മയ്ക്ക് നന്നായിട്ട് അറിയോ? അങ്ങനെ പ്രത്യേകിച്ച് അറിഞ്ഞൂടാ. എന്തോ ഉണ്ട്. എന്താ ഒരു കേസ് ഉണ്ടായിരുന്നു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ? എന്തോ ഒരു പ്രശ്നമില്ലാതെ ഒരാൾ. അത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. എന്ത് കേസായിരുന്നു അത്? പറഞ്ഞോളൂ. കോളേജിലൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് വെറുതെ വിട്ട കേസ്, റാഗിങ് കേസ്. അത് വെറുതെ വിട്ട് കുട്ടികളെ റാഗ് ചെയ്തു. അയാൾ പൊതുവാള് സഹപ്രവർത്തകരെ റാഗ് ചെയ്തു പറഞ്ഞിട്ടുള്ള കേസല്ലേ? എങ്ങനെയാണെന്ന് എനിക്കറിയാം. കേസ് കഴിഞ്ഞ ഉടനെയാണോ കാണാതല്ലോ? ഇയാളെ പൊതുവെ സ്വഭാവം എന്തോ ഒളിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ഒളിക്കുന്നില്ല. എന്താ അയാളെന്നൊന്നും പറയുന്നില്ല? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞില്ല. ആരോടെങ്കിലും ഇഷ്ടം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അതിപ്പോ പറയാൻ ഒരു പക്ഷേ മടിയുണ്ടായിരുന്നിരിക്കും. അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇയാൾക്ക് പെണ്ണുങ്ങളാണോ കൂട്ടുകാര്? ആൺകുട്ടികള് കൂടുതൽ. പെൺകുട്ടികളില്ല? പെൺകുട്ടികളും കാണും. നമുക്ക് അറിഞ്ഞോളൂ. നമ്മൾ രാവിലെ ജോലിക്ക് അങ്ങ് പോകുമല്ലേ, വൈകുന്നേരത്ത് 5:30 മണിക്ക് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോഴും നമുക്ക് അറിഞ്ഞൂടല്ലേ. വേറെ ജോലിക്കൊന്നും പോവുകയല്ല? ആരാണ്? ഇത് നീന്തലിന് മാത്രമേ പോവുള്ളായിരുന്നു. ഇല്ല. കാശ് കിട്ടുമോ? കാശ് അവരുടെ ചെലവിന് കിട്ടും. വീട്ടിലൊന്നും കൊണ്ട് തരൂല്ല. ഇല്ല. പൊതുവെ വീട്ടിനോടൊരു താല്പര്യമില്ലാത്ത ഒരാളാണ്. താല്പര്യം പിന്നെ പിള്ളേരുടെയും അമ്മയുടെയും അച്ഛനുടെയും വലിയ കാര്യമൊക്കെ തന്നെ. പക്ഷെ ചെലവിനൊന്നും പൈസയൊന്നും തരൂല്ല. ആഹാരം എല്ലാം വീട്ടിൽ നിന്ന്. വീട് ജീവിതം ഇഷ്ടമല്ല, പുറം ജീവിതമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശരിയാവും. പ്രവർത്തകരായിട്ട് കൂട്ടുകെട്ടാണ് കൂടുതൽ. കൂട്ടുകാരോടത്തുള്ള മദ്യപാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതുണ്ട്. അത് കാണും. അപ്പൊ പറയാൻ പറ്റില്ല. ഉണ്ടാവും അല്ലേ? എല്ലാം എന്തൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. എല്ലാം കാണും എന്ന് മാത്രമേ നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആൺകുട്ടികൾ വെളിയിറങ്ങി പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. വെളിയിൽ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. വരും ഇയാള് എവിടെയെങ്കിലൊക്കെ ആയിട്ട് പിടിച്ചു വരും. എവിടേക്കാ പോയുള്ളതെന്ന് അറിയില്ല. എങ്കിൽ പോലും ഇന്ത്യയിലെവിടെ കേരളത്തിൽ ഉണ്ടാവും. ബാംഗ്ലൂരും സെക്കൻഡറാബാദും ഒക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാത്ര. നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചെനിക്ക് എങ്ങും കണ്ടെത്താൻ പറ്റിയില്ല. രാജേഷ് മാത്രമേ ഉള്ളൂ. നെടുമങ്ങാട് സ്വദേശി രാജേഷിന് മാത്രമല്ലേ പേരുള്ളൂ? പാസ്പോർട്ടൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അവന്റെ എല്ലാ റെക്കോർഡും അവൻ കൊണ്ടുപോയി. പിന്നീട് നമ്മൾ അതാണ് അപ്പൊ വളരെ ആലോചിച്ച് ഉറച്ചു പോയതാണ്, അല്ലാണ്ട് വെറുതെ യാദൃച്ഛികമായിട്ട് പോയതല്ല. നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്റെ ബാഗും മുറിയൊന്നും പരിശോധിച്ചില്ല. 8 വർഷമായില്ലേ? 8 വർഷമായി. ഇടയ്ക്കൊന്നും വിളിച്ചിട്ട് പോലുമില്ല. പ്രവാസലോകം പ്രേക്ഷകരോട് 8 വർഷം മുമ്പ് കാണാതായ രാജേഷ് നീന്തൽ വിദഗ്ധനും അതുപോലെ നീന്തൽ പഠിപ്പിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജേഷ്.
ഒട്ടും വ്യക്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വീട് വിട്ടുപോകുന്ന ഒരാളാണ്. എല്ലാം തീരുമാനിച്ചുറച്ച് വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എല്ലാം എടുത്ത് എറണാകുളത്ത് ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങാനുള്ള പുറപ്പെട്ടു പോയ കാര്യം വ്യക്തമല്ല. അമ്മയോടും ഇളയമ്മയോടൊക്കെ ചോദിക്കുമ്പോൾ വ്യക്തമല്ലാത്ത ഒരു മറുപടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകെട്ട് വിപുലമായ തോതിലുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ കൂട്ടുകെട്ടുണ്ടെങ്കിലും വീടുമായിട്ട് ഇത്ര കടുത്ത അകൽച്ച പാലിക്കാൻ എന്തുകൊണ്ടാണ് രാജേഷ് തയ്യാറായതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വ്യക്തമായ കാരണങ്ങളൊന്നും അമ്മയിൽ നിന്നോ ഇളയമയിൽ നിന്നോ എത്ര ചോദിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ രാജേഷിനെ പോലെ ഒരാൾ നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും 30 വയസ്സോളായി വലിയ സങ്കടമായിരിക്കും അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും വീട്ടിലുള്ളവർക്കൊക്കെ. അപ്പൊ രാജേഷിനെ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ, രാജേഷ് നല്ലോണം യാത്ര ചെയ്ത് പരിചയമുള്ള ആളാണ്, നല്ല സൗഹൃദങ്ങളുള്ള ആളാണ്. സുഹൃത്തുക്കളോടൊന്നും ചോദിച്ചില്ലേ? എല്ലാവരോടും ചോദിച്ചു. ആരെയും വിളിക്കാറില്ല? ആരെയും വിളിക്കാറില്ല. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ നമ്മൾ എവിടെയാണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവിടെ വെച്ച് കണ്ട് ഇവിടെ വെച്ച് കണ്ട് എന്നൊരു വ്യക്തമായ ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ രാജേഷ് കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇങ്ങനെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ജീവിതം, സുഹൃത്തുക്കളുമായി കിട്ടിയ കാശ് മുഴുവൻ ഉപയോഗിച്ച് കഴിയുകയാണ്. അത്തരത്തിലുള്ള പ്രകൃതക്കാരനാണ് അദ്ദേഹം. സ്വന്തം ജീവിതത്തിന് വേണ്ടുന്ന സമ്പാദ്യം ഉണ്ടാക്കുക, അത് ചെലവഴിക്കുക, വീണ്ടും ജോലി ചെയ്യുക. അപ്പോൾ അമ്മയൊക്കെ ഇളയമ്മയൊക്കെ അവിടെ വലിയ വിഷമിച്ചിട്ടായിരിക്കുന്നത്. താൻ എങ്ങനെയെങ്കിലും ഒന്ന് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് സാമാന്യമായിട്ടുള്ളൊരു മര്യാദ. രാജേഷ് അമ്മയെ വിളിക്കുക എന്നുള്ള അച്ഛല്ലേ, അച്ഛനും. അപ്പൊ രാജേഷ് കഴിയുന്നതും വേഗം കേരളത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും വീട്ടിലേക്ക് വരും, ടെലിഫോൺ ചെയ്യാം. താൻ പൊക്കോ, എവിടെയെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോൺ ചെയ്താൽ അറിഞ്ഞാൽ മതി, വേറെ ഒന്നും. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് രാജേഷ്. ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിഷമമുണ്ടാവില്ല, മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാവും. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യനും ഏത് സമയത്തും സങ്കടം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. എവിടെയായിരിക്കും എന്റെ മകൻ, എവിടെയായിരിക്കും എന്റെ കുഞ്ഞ് എന്ന് ആവലാതിപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർ മുഴുവൻ ഇങ്ങനെ ആലോചിക്കും. അതാണ് നഷ്ടപ്പെടലിനുള്ള പ്രത്യേകമായിട്ടുള്ള ദുഃഖം. മരിച്ചുപോയാൽ നമുക്കറിയാം ആൾ മരിച്ചുപോയി. അതുകൊണ്ട് രാജേഷ് എവിടെ ഉണ്ടെങ്കിലും അമ്മയെ വിളിക്കണം, അമ്മയെ സമാധാനിപ്പിക്കണം. ഞാനിവിടെ ഉണ്ട്, ഞാൻ വരില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് എനിക്ക് രാജേഷിനോട് പറയാനുള്ളത്. വിദേശത്തും സ്വദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസ ലോകം നടത്തുന്നത്. ഇത് തികച്ചും സൌജന്യമാണ്. കാണാതാകുന്നവരുടെ ഫോട്ടോ അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. നല്ല ജോലിയോ നല്ല ശമ്പളമോ മാന്യമായ ഒരിടമോ ഇല്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ ഭിക്ഷാന്തേഹികളെ പോലെ അലയുന്ന നമ്മുടെ പ്രവാസി മലയാളികളോട് ഒരു കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. ഇവിടെ കേരളത്തിൽ മാന്യമായ രീതിയിൽ ജോലി ചെയ്താൽ മാന്യമായ വേതനം ലഭിക്കും. ഈ ഓർമ്മപ്പെടുത്തലോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.